ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. തിരുവാതിര വ്രതത്തെപ്പറ്റി പറയാനാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. തിരുവാതിര തുടങ്ങുന്നത് ഡിസംബർ 26 ചൊവ്വാഴ്ച രാത്രി 10:21 മുതൽ ഡിസംബർ 27 രാത്രി 11:29 വരെയാണ്. അതുകൊണ്ട് തന്നെ പകൽ മുഴുവൻ തിരുവാതിരയുള്ളത് ഡിസംബർ 27 അപ്പോൾ 27 പകലാണ് നമ്മൾ തിരുവാതിര വ്രതം എടുക്കുന്നത്. തിരുവാതിര വ്രതം എടുക്കുന്നത് ഓരോ സ്ഥലത്തും ഓരോ രീതിയിലാണ്. വ്യത്യാസങ്ങളുണ്ട് ആഹാരത്തിലും എല്ലാം. അതാത് സ്ഥലത്തെ രീതിക്കനുസരിച്ച് മുമ്പോട്ട് പോവുക. പൊതുവെയുള്ള കാര്യങ്ങൾ ഞാൻ പറയാം. സാധാരണ സ്ത്രീകളാണ് തിരുവാതിര വ്രതം എടുക്കുന്നത്. വിവാഹിതരായ സ്ത്രീകൾ അവരുടെ ഭർത്താവിൻ്റെ ആയുരാരോഗ്യത്തിന് വേണ്ടിയിട്ടും നല്ല ഒരു ദീർഘസുമംഗലി ഭാഗ്യത്തിനും നല്ലൊരു കുടുംബജീവിതത്തിനും വേണ്ടിയിട്ടാണ് തിരുവാതിര വ്രതം എടുക്കുന്നത്. കുട്ടികളാണെങ്കിൽ അവർക്ക് നല്ലൊരു വിവാഹ ജീവിതം ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടാണ് അവരും അത് ചെയ്യുന്നത്. അന്നത്തെ ദിവസം ഭഗവാന്റെ നടരാജ രൂപത്തെയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. ആ ദർശനത്തെ, അതായത് ഭഗവാന്റെ ആ നടരാജ ദർശനത്തെ ആരുദ്ര ദർശനം എന്നാണ് പറയുന്നത്. ആരുദ്രം എന്ന് വെച്ചാൽ ചുവന്ന സ്വർണ്ണ തീജ്വാല, സ്വർണ്ണ നിറത്തിലുള്ള ജ്വാല, അതാണ് ആരുദ്രം എന്ന വാക്കിനർത്ഥം. അപ്പോൾ ആ രീതിയിലാണ് അന്ന് ഭഗവാൻ നൃത്തം ചെയ്യുന്നത്. ശിവൻ ചുവന്ന് ജ്വലിക്കുന്ന പ്രകാശരൂപത്തിൽ നൃത്തം ചെയ്ത ദിവസമാണ് തിരുവാതിരയായി നമ്മൾ ആഘോഷിക്കുന്നത്. അന്ന് ശിവൻ്റെ നടരാജ രൂപത്തെയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. പിന്നെ ഒരു കാര്യമുള്ളത്, നമ്മൾ സാധാരണ വിവാഹിതരായ സ്ത്രീകളുടെ വിവാഹം കഴിഞ്ഞിട്ട് വരുന്ന ആദ്യത്തെ ധനുമാസത്തിലെ തിരുവാതിരയെ പുത്തൻ തിരുവാതിര എന്ന് വിളിച്ചിട്ട് അത് ഭംഗിയായി അവർ വ്രതനിഷ്ഠയോടുകൂടി ആഘോഷമായി കൊണ്ടാടാറുണ്ട്. അതേപോലെ തന്നെ പെൺകുട്ടികളാണെങ്കിൽ അവർക്ക് ആദ്യമായി പീരീഡ്സ് വന്നതിന് ശേഷമുള്ള ആദ്യത്തെ തിരുവാതിരയും ധനുമാസത്തിലെ തിരുവാതിരയും പൂത്തിരുവാതിര എന്ന് പറഞ്ഞ് അതും ആഘോഷമായി കൊണ്ടാടാറുണ്ട്. ഇതൊക്കെ ഓരോ സ്ഥലങ്ങളിലും വ്യത്യാസപ്പെട്ടിരിക്കും. ചില സ്ഥലങ്ങളിൽ ഇങ്ങനെയുള്ള ആചാരമില്ല, മറ്റു ചില സ്ഥലങ്ങളിൽ ഇത് വളരെ ഭംഗിയായി അവർ വ്രതനിഷ്ഠയോടുകൂടി ചെയ്യുന്നതാണ്. അതൊക്കെ നമ്മളുടെ ഓരോ സ്ഥലങ്ങളിലും വ്യത്യാസപ്പെട്ടിരിക്കും. ഇനി തിരുവാതിര എന്തുകൊണ്ടാണ് ഈ ധനുമാസത്തിലെ തിരുവാതിരയ്ക്ക് ഈ പ്രത്യേകത വന്നത് എന്ന് നോക്കാം. ചിലർ പറയുന്നു ഭഗവാന്റെ തിരുനാളാണ് ധനുമാസത്തിലെ തിരുവാതിരയെന്ന് പറയുന്നു. മറ്റൊരു ഐതിഹ്യമെന്ന് പറയുന്നത് ഭഗവാൻ മഹാദേവൻ സതീദേവിയുടെ വിയോഗത്തിന് ശേഷം ഒരു വലിയ തപസ്സിലേക്ക് പോവുകയാണ്. ആ സമയത്താണ് താരകാസുരന് വരം ലഭിക്കുകയും, അതായത് ശിവപുത്രൻ മാത്രമേ തന്നെ വധിക്കുകയുള്ളൂ എന്ന വരം താരകാസുരൻ കൈക്കലാക്കുകയും, അങ്ങനെ താരകാസുരൻ്റെ ശല്യം മൂലം സകല മനുഷ്യരും ദേവന്മാരും ദുരിതത്തിലാളുകയും ചെയ്യുന്നു. അത് നമ്മൾ ഷഷ്ടിവ്രതത്തിൻ്റെ സമയത്തൊക്കെ കേട്ടതാണ് ആ കഥ. അപ്പോൾ ശിവപുത്രൻ ഉണ്ടാവണം, അതിന് ഭഗവാൻ മറ്റൊരു വിവാഹം കഴിക്കണം. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ദേവന്മാർ കാമദേവനെ നിയോഗിക്കുകയാണ്. കാമദേവൻ ഭഗവാന് നേരെ പുഷ്പബാണം അയച്ചു. ഭഗവാൻ അപ്പോൾ ആ ധ്യാനത്തിൽ നിന്നും ഉണരുന്നു. പക്ഷേ ഭഗവാന്റെ തൃക്കണ്ണിൽ നിന്നും തീജ്വാല, ആ കോപം തീജ്വാലയായി പുറത്തേക്ക് വരികയും അത് കാമദേവനെ ദഹിപ്പിക്കുകയും ചെയ്യുന്നു. കാമദേവൻ്റെ ഭാര്യയാണ് രതീദേവി. ദേവി അതീവ ദുഃഖിതയാവുകയും പാർവതീദേവിയെ കണ്ട് സങ്കടം പറയുകയും ചെയ്യുന്നു. ദേവിയും മറ്റ് ദേവസ്ത്രീകളും രതീദേവിയോട് കൂടെ ചേർന്നിരുന്ന് ഭഗവാനെ വ്രതമെടുത്ത് പ്രാർത്ഥിക്കുകയും ധനുമാസത്തിലെ തിരുവാതിരയുടെ തലേനാളായ മകയിരത്തിൻ്റെ അന്ന് ഭഗവാൻ കാമദേവനെ പുനരുജ്ജീവിപ്പിച്ചുവെന്നും പറയുന്നുണ്ട്.
അപ്പം ആ ഒരു സന്തോഷത്തിൽ ഭഗവാൻ പാർവതീദേവിയെ തിരുവാതിര നാളിൽ വിവാഹം കഴിച്ചെന്നും ആ സന്തോഷത്തിൽ ദേവി വെറ്റില മുറുക്കി ചുണ്ടൊക്കെ ചുവപ്പിച്ചെന്നും താളി തലയിൽ തേച്ച് തലയൊക്കെ നല്ല സുഗന്ധപൂരിതമാക്കിയെന്നുമൊക്കെയാണ് പറയുന്നത്. ദേവി തിരുവാതിര കളിക്കുകയും വളരെ സന്തോഷത്തോടുകൂടി ആ ദിവസം കൊണ്ടാടുകയും ചെയ്തു. ഭഗവാനാണെങ്കിൽ ആനന്ദ നടനമാടി ചുവന്നു ജ്വലിക്കുന്ന പ്രകാശരൂപത്തിൽ ദേവിക്ക് മുമ്പിൽ നടനമാടിയെന്നും പറയുന്നുണ്ട്. അതുകൊണ്ടാണ് അന്നത്തെ ദിവസം ഭഗവാനെ നടരാജരൂപത്തിൽ ദർശിക്കണമെന്ന് പറയുന്നത്. അതേപോലെ ദേവി അന്ന് എന്തൊക്കെ ചെയ്തോ അതൊക്കെയാണ് ഇപ്പോൾ ഈ വ്രതത്തിൻ്റെ ഭാഗമായി സ്ത്രീകൾ ചെയ്യുന്നത്. അപ്പം എങ്ങനെയാണ് ഈ വ്രതം എടുക്കേണ്ടത് എന്ന് നോക്കിയാൽ, തിരുവാതിര ദിവസം രാവിലെ, അതായത് ഡിസംബർ 27-ാം തീയതി രാവിലെ സ്ത്രീകൾ എല്ലാവരും, സ്ത്രീകളെന്ന് മാത്രമല്ല എല്ലാവരും കുളിച്ച് ശിവക്ഷേത്ര ദർശനം നടത്തുക. അതിനുശേഷം നിങ്ങൾക്ക് കൂവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരോ റൂട്ട്, ഇന്ന് കൂവയായിട്ട് കടകളിൽ കിട്ടും, അത് മേടിച്ചിട്ട് കൂവപ്പൊടി ഉണ്ടാക്കാം. അതല്ലെങ്കിൽ ആരോ റൂട്ട് പൗഡർ എന്ന് പറഞ്ഞ് എല്ലാ പ്രൊഫഷണൽ സ്റ്റോറുകളിലും മാർജിൻ ഫ്രീകളിലും ഒക്കെ കിട്ടും. ഈവൻ മെഡിക്കൽ സ്റ്റോറിൽ പോലും കിട്ടും. അത് നല്ല ബ്രാൻഡ് നോക്കി മേടിക്കുക. അതല്ലെങ്കിൽ കൂവ കിട്ടുന്ന സ്ഥലങ്ങളിലാണെങ്കിൽ കൂവ മേടിച്ചിട്ട് കൂവപ്പൊടി ഉണ്ടാക്കുക. അങ്ങനെ കൂവ രാവിലെ നിങ്ങൾക്ക് കുറുക്കാം. കൂവ കുറുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ റാഗിയൊക്കെ കുട്ടികൾക്ക് കുറുക്കുമല്ലോ, അതേപോലെ. അതായത് കൂവപ്പൊടി കുറച്ച് വെള്ളത്തിൽ, ഇച്ചിരി നീട്ടി വെള്ളത്തിൽ കലക്കുക. അതിനുശേഷം ഇതൊന്ന് അരിക്കുക. ചിലപ്പോൾ ഈ കൂവപ്പൊടി തന്നെ ഇങ്ങനെ കട്ടിയായിട്ടിരിക്കും. അപ്പോൾ ആ കട്ടയൊക്കെ ഉടച്ചിട്ട് ഇതൊന്ന് നന്നായിട്ട് കലക്കിയിട്ട് അരിച്ചെടുത്ത് അത് ഒരു പാത്രത്തിൽ അടുപ്പേ വെച്ച് ഇങ്ങനെ കുറുക്കുക. കൈയെടുക്കാതെ ഇളക്കി കുറുക്കുക. കുറുകി വരുന്ന സമയത്ത് നിങ്ങൾക്ക് ശർക്കര വേണമെങ്കിൽ ശർക്കര ചേർക്കാം, അതല്ല പഞ്ചസാരയെങ്കിൽ പഞ്ചസാര ചേർക്കാം. എന്നിട്ട് അതിങ്ങനെ ഒരു കട്ടി പരുവത്തിൽ ആക്കി, കുറുക്കുന്നതിൽ ഒരു കട്ടി പരുവത്തിലാക്കിയിട്ട്, അങ്ങ് അലുവ പോലെ ആക്കണ്ട, അതിന് മുമ്പായിട്ട് എടുക്കണം. അതിനകത്തേക്ക് നാളികേരം ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ നാളികേരം തിരുമ്മിയിടാം. അതല്ലെങ്കിൽ ചില ആളുകൾക്ക് ഇഷ്ടമില്ല, അപ്പോൾ അത് ഇടണ്ട. അപ്പോൾ അങ്ങനെയാണ് അതെടുക്കേണ്ടത്. അതും പഴവും ചേർത്ത് നിങ്ങൾക്ക് രാവിലെ കഴിക്കാം. വളരെ ലഘുവായി എന്തെങ്കിലും ആഹാരം കഴിക്കാം. ഈ കൂവ വളരെയധികം മെഡിസിനൽ പ്രോപ്പർട്ടിയാണ്. കൊച്ചു കുട്ടികൾക്കും കൊടുക്കാം. നമ്മുടെ വയറിന് നല്ല തണുപ്പ് നൽകും. നല്ലതാണ് കൂവ. ഇടയ്ക്കിടയ്ക്ക് മേടിച്ച് കഴിക്കുന്നതും നല്ലതാണ്. അത് നമുക്ക് രാവിലെ കഴിക്കാം. അതിനുശേഷം ഉച്ചയ്ക്ക് നിങ്ങൾക്ക് ഗോതമ്പ് വീട്ടിലിരിക്കുന്നവർക്കാണെങ്കിൽ ഗോതമ്പ് കഞ്ഞി, സൂചി ഗോതമ്പിൻ്റെ കഞ്ഞി ഉണ്ടാക്കാം. അതല്ലെങ്കിൽ സൂചി ഗോതമ്പിൻ്റെ ഉപ്പുമാവ് ഉണ്ടാക്കി കഴിക്കാം. ഓഫീസിലൊക്കെ പോകുന്നവർക്കാണെങ്കിൽ അത് കൊണ്ടുപോകാം. പിന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് തിരുവാതിര പുഴുക്ക്. തിരുവാതിര പുഴുക്കുണ്ടാക്കിയിട്ട് രാവിലെ വേണമെങ്കിൽ രാവിലെയും, അതല്ല ഉച്ചയ്ക്ക് ഓഫീസിൽ പോകുന്നവർക്കാണെങ്കിൽ അത് മാത്രമായിട്ട് വേണമെങ്കിൽ കൊണ്ടുപോയി കഴിക്കാം. കഞ്ഞിയും പുഴുക്കും വളരെ നല്ലതാണ്. അതിൻ്റെ കൂട്ടത്തിൽ അച്ചാറെന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കാം. പക്ഷേ ഉള്ളിയും വെളുത്തുള്ളിയും ഒന്നും ചേർത്ത് അച്ചാറാവരുത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓരോ പ്രദേശങ്ങളിലും തിരുവാതിരപ്പുഴുക്ക് ഓരോ രീതിയിലാണ് ഉണ്ടാക്കുന്നത്. എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മയും അമ്മുമ്മയും ഒക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് വൻപയർ ആദ്യം വേവിച്ച് വെക്കും. അതിനുശേഷം കാച്ചിൽ, കൂർക്ക, പച്ചയത്തയ്ക്ക, ഈ 3 കഷ്ണങ്ങൾ മാത്രമേ ഇടത്തുള്ളായിരുന്നു. ചിലയിടത്ത് കപ്പയിടും, ചെറുകിഴങ്ങിടും, ഒക്കെ പല കാര്യങ്ങളിടും. അത് ഈ ചെറുകിഴങ്ങൊക്കെ നമ്മൾ തിരുവാതിരയ്ക്ക് എട്ടങ്ങാടി എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അതിലാണ് ഈ ചെറുകിഴങ്ങൊക്കെ ചേർത്തിട്ട് ചുട്ട് കഴിക്കുന്ന ഒരു സമ്പ്രദായമുണ്ട്. 8 കിഴങ്ങുകൾ. അത് തിരുവാതിര കളിയുടെ കൂട്ടത്തിൽ ചെയ്യുന്നൊരു കാര്യമാണ്. പക്ഷേ ഇപ്പം ഞാൻ ഈ പറയുന്നത് വളരെ ലഘുവായി വ്രതം എടുക്കുന്ന കാര്യമാണ് പറയുന്നത്. ഞാനീ പറയുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓരോ സ്ഥലങ്ങളിലും തിരുവാതിര വ്രതം എടുക്കുന്നത് ഓരോ രീതിയിലാണ്. എട്ടങ്ങാടി തന്നെ പല രീതിയിലാണ് പലരും ചെയ്യുന്നത്. പുഴുക്കുണ്ടാക്കുന്നതും പല രീതിയിലാണ്. പക്ഷേ എൻ്റെ വീട്ടിൽ അല്ലെങ്കിൽ ഞങ്ങളുടെ നാട്ടിൽ ചെയ്യുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. അവിടെ ചെയ്യുന്നത് വൻപയർ വേവിച്ച് വെക്കും. കാച്ചിലും കൂർക്കയും പച്ചയത്തയ്ക്കായും
ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ഉപ്പും മുളക് പൊടിയും ചേർത്ത് അതും വേവിക്കും. അതിനുശേഷം വൻപയറും കൂടെ ചേർത്തിട്ട് തേങ്ങയും കറിവേപ്പിലയും കൂടെ അതിനകത്തേക്ക് ചേർത്ത് നന്നായി ഇളക്കി പച്ച വെളിച്ചെണ്ണയും ചേർത്ത് വാങ്ങും. ഇത്രയാണ് ചെയ്യുന്നത്. ഓരോ സ്ഥലങ്ങളിലും വ്യത്യാസമുണ്ടാകും. എട്ടങ്ങാടിക്ക് വ്യത്യാസമുണ്ടാകും, ആചാരങ്ങൾക്കും വ്യത്യാസമുണ്ടാകും. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അവരവരുടെ സ്ഥലങ്ങളിൽ എങ്ങനെയാണോ ചെയ്യുന്നത് അതനുസരിച്ചിട്ട് ചെയ്യുക. പൊതുവേ ഉള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. രാവിലെ നമുക്ക് ഇങ്ങനെ ലഘുവായി കഴിക്കാം. ഉച്ചയ്ക്ക് ഗോതമ്പ് ഈ പുഴുക്കൊക്കെ കഴിക്കാം. അതിനുശേഷം വൈകുന്നേരം നിങ്ങൾ സന്ധ്യയ്ക്ക് പ്രാർത്ഥിക്കുക. രാവിലെയും പ്രാർത്ഥിക്കുക. അത് നിർബന്ധമാണ്. ശിവക്ഷേത്രത്തിൽ പോകാൻ കഴിയുന്നെങ്കിൽ പോവുക. അതല്ല പറ്റാത്തവർ വീട്ടിൽ തന്നെ ഇരുന്ന് ഭഗവാനെ വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുക. ശിവസഹസ്രനാമവും ദേവിയുടെ പ്രാർത്ഥനയുമൊക്കെ ജപിക്കുക. അതിനുശേഷം വൈകുന്നേരം സന്ധ്യയ്ക്ക് ഭഗവാന്റെ ക്ഷേത്രത്തിൽ പോകാൻ കഴിയുന്നെങ്കിൽ ഉത്തമം പോവുക. അതല്ല വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്നവർ വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുക. അതിനുശേഷം രാത്രിയിലും വളരെ ലഘുവായി ഗോതമ്പിൻ്റെ പലഹാരങ്ങൾ നിങ്ങൾ കഴിക്കുക. അരിയാഹാരം പൂർണ്ണമായും ഈ 27-ാം തീയതി നിങ്ങൾ ഒഴിവാക്കണം. 26-ാം തീയതി ചൊവ്വാഴ്ചയും നിങ്ങൾ ശുദ്ധാഹാരത്തിലിരിക്കണം. ഒരിക്കലെടുക്കണം. നോൺ വെജ് ഭക്ഷണങ്ങളൊന്നും നിങ്ങൾ കഴിക്കരുത്. 25-ാം തീയതി ക്രിസ്മസ് ആണ്. നോൺ വെജ് കഴിക്കുന്നവർ അന്നത്തെ ദിവസം കഴിച്ച് തീർക്കുക പരമാവധി. 26-ാം തീയതി വേണ്ട. കാരണം വർഷത്തിലൊരിക്കലാണ് ഈ ധനുമാസത്തിലെ തിരുവാതിര വരുന്നത്. അപ്പോൾ സ്ത്രീകൾ എല്ലാവരും ആ ഒരു ദിവസം അതിനുവേണ്ടി ഒന്ന് മാറ്റി വെക്കുക. 26-ഉം 27-ഉം ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ കഴിച്ചോളൂ ഇഷ്ടം പോലെ ഉണ്ടാക്കി. ആ 2 ദിവസത്തേക്ക് നമുക്കത് വേണ്ട. അങ്ങനെ ചെയ്യുക. അപ്പം തലേ ദിവസവും അതായത് ചൊവ്വാഴ്ചയും നിങ്ങൾ ശുദ്ധാഹാരത്തിലിരിക്കുക. ഒരു നേരം അരിയാഹാരവും മറ്റ് 2 നേരവും ഗോതമ്പ് കഴിക്കുക. ഉള്ളി വെളുത്തുള്ളി മുതലായ രജസ സ്വഭാവങ്ങളുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുക. 27-ാം തീയതി ഞാൻ ഈ പറഞ്ഞതുപോലെ വ്രതത്തിലിരിക്കുക. സന്ധ്യയ്ക്ക് പ്രാർത്ഥിക്കുക. 27-ാം തീയതി രാത്രി 11:29 ഒക്കെ ആകുമ്പോഴേക്കും തിരുവാതിര നക്ഷത്രം തീരും. അതുകൊണ്ട് ചിലർ ഉറങ്ങാതെ ഇരിക്കും. അങ്ങനെ ഉറങ്ങാതിരിക്കണമെങ്കിൽ നമ്മൾ 26-ാം തീയതി ചൊവ്വാഴ്ച രാത്രിയിലാണ് ഉറങ്ങാതിരിക്കേണ്ടത് എന്ന് പറയുന്നു. കാരണം അന്നാണ് തിരുവാതിര നക്ഷത്രം പൂർണ്ണമായും രാത്രിയിലുള്ളത്. കാരണം അന്ന് രാത്രി 10:21 മുതൽ തിരുവാതിര തുടങ്ങുകയാണ്. പിറ്റേ ദിവസം 11:29 ആകുമ്പോൾ തീരും. പക്ഷേ എന്ന് കരുതി നിങ്ങൾ രാത്രിയിൽ വ്രതമൊന്നും അവസാനിപ്പിക്കേണ്ട. പിറ്റേ ദിവസം 28-ാം തീയതി രാവിലെ കുളിച്ച് ശുദ്ധമായി ഭഗവാനെ പ്രാർത്ഥിച്ച് തുളസി തീർത്ഥം കഴിച്ച് നിങ്ങൾക്ക് വ്രതം അവസാനിപ്പിക്കാം. അതല്ലെങ്കിൽ ക്ഷേത്രത്തിൽ നിന്ന് തീർത്ഥം മേടിച്ച് കുടിച്ച് നിങ്ങൾക്ക് വ്രതം അവസാനിപ്പിക്കാം. ഇനി ഉറങ്ങാതിരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ചില ക്ഷേത്രങ്ങളിൽ തിരുവാതിരകളിയൊക്കെ കാണും. അങ്ങനെയാണെങ്കിൽ അവിടെ പോയിരുന്ന് നിങ്ങളുടെ ആ സമയം കളയാം. അതല്ല അത്ര നിർബന്ധമില്ല. കാരണം ശിവരാത്രിക്കാണ് നമ്മൾ ഉറങ്ങാതെ ഇരിക്കണമെന്ന് നിർബന്ധമായും ഒരു വിധിയുള്ളത്. പിന്നെ വേണമെങ്കിൽ ചെയ്യാം എന്ന് മാത്രമേ ഉള്ളൂ. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം. പക്ഷേ നിങ്ങൾ വളരെ ലഘുവായിട്ട് ഞാൻ പറഞ്ഞ കാര്യമെന്ന് പറയുന്നത് 26-ാം തീയതി ചൊവ്വാഴ്ച ഒരിക്കലെടുക്കുക. രാവിലെയും വൈകുന്നേരവും ഗോതമ്പ് കഴിക്കുക. ഭഗവാനെ 2 നേരവും പ്രാർത്ഥിക്കുക. ശുദ്ധാഹാരത്തിലിരിക്കുക. 27-ാം തീയതി രാവിലെ നിങ്ങൾ ശിവക്ഷേത്ര ദർശനം നടത്തുക. 26-നും പോകാൻ കഴിയുന്നെങ്കിൽ ഏറ്റവും നല്ലത്. 27-ാം തീയതി രാവിലെ ക്ഷേത്രത്തിൽ പോവുക. പോകാൻ പറ്റാത്തവർക്ക് വീട്ടിലിരുന്ന് വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുക. അതിനുശേഷം രാവിലെ കൂവ അത് നിങ്ങൾ ഒന്ന് മേടിക്കൂ. അത് മേടിച്ചിട്ട് നിങ്ങൾ കുറുക്കുണ്ടാക്കി നിങ്ങൾ കഴിക്കൂ. അതിനുശേഷം പഴമൊക്കെ നിങ്ങൾക്ക് കഴിക്കാം വളരെ ലഘുവായിട്ട്. ഇനി അത് കഴിച്ചിട്ട് വിശപ്പ് മാറുന്നില്ല, ജോലിക്ക് പോകേണ്ടവരാണെങ്കിൽ എന്തെങ്കിലും ലഘുവായിട്ട് ഗോതമ്പോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് കഴിക്കാം. ഇച്ചിരി ഉപ്പുമാവൊക്കെ ഉണ്ടാക്കി കഴിക്കാം. അതിനൊന്നും ദോഷമില്ല. ഉള്ളിയൊന്നും ചേർക്കണ്ട എന്നുള്ളതേ ഉള്ളൂ. ഉച്ചയ്ക്ക് നിങ്ങൾക്ക് സൂചി ഗോതമ്പിൻ്റെ ഉപ്പുമാവ് അതല്ലെങ്കിൽ പുഴുക്ക് ഇച്ചിരി കൂടുതലുണ്ടാക്കിയാൽ അത് മാത്രം കഴിച്ചാലും നല്ലതാണ്. കാരണം നമ്മൾ പച്ചക്കറികളാണല്ലോ കഴിക്കുന്നത്, ധാന്യവുമൊക്കെ. അത് നല്ലതാണ്. നമുക്ക് എന്തെങ്കിലും അന്നുണ്ടാക്കുന്ന എന്തെങ്കിലും അച്ചാറുകളുണ്ടെങ്കിൽ അത് കഴിക്കാം. അതിനകത്ത് ഈ വെളുത്തുള്ളിയൊന്നും ചേർത്ത് അച്ചാറുണ്ടാക്കരുത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. രാത്രിയിലും ഗോതമ്പ് അങ്ങനെ എന്തെങ്കിലും ലഘുവായിട്ട് കഴിക്കുക. പിന്നെ വെറ്റില മുറുക്കുന്നവരുണ്ട്. രാവിലെ കുളത്തിൽ തുടിച്ചു കുളിക്കുന്നവരുണ്ട്. ഇതൊക്കെ ചെയ്യാം. ഗ്രാമപ്രദേശങ്ങളിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിൻ്റെ ആചാര വഴിക്ക് ചെയ്യാറുണ്ട്. പക്ഷേ ഇന്നത്തെ ഈ ലോകത്ത് വളരെ ധൃതി പിടിച്ച് ജീവിക്കുന്ന ഈ ലോകത്ത്
ഗ്രാമത്തിലുള്ളവർക്ക് തന്നെ അതിന് സമയം കിട്ടാറില്ല. കുളമുള്ള വീടുകൾ പോലും വളരെ കുറവാണ്. അപ്പം നമുക്ക് ലഘുവായി ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഞാനിവിടെ പറഞ്ഞത്. അതല്ല അതിൻ്റെ വിധിക്ക് ചെയ്യാൻ കഴിയുന്നവരെല്ലാവരും, അപ്പോൾ അവർക്കത് അറിയാം. ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല. കൃത്യമായി അവർ വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളായിരിക്കാം. ആ രീതിയിൽ ചെയ്യുക. ഇത് സാധാരണ നമ്മളെ പോലെ തിരക്കുള്ള ജീവിതത്തിൽ ജീവിക്കുന്ന നമ്മളെ പോലെ ഉള്ള ആളുകൾക്ക് കുളമൊന്നുമില്ലാതെ എന്ത് ചെയ്യാൻ പറ്റും? എവിടെ പോകാനാണ്? അങ്ങനെയുള്ള ആളുകളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെയുള്ളവർക്ക് ഈ രീതിയിൽ വ്രതമെടുക്കാം. പിറ്റേ ദിവസം 28-ാം തീയതി വ്യാഴാഴ്ച ദിവസം രാവിലെ തീർത്ഥം കുടിച്ച് പ്രാർത്ഥിച്ച് നിങ്ങളുടെ വ്രതം അവസാനിപ്പിക്കാം. പ്രാർത്ഥനയാണ് ഏറ്റവും മുഖ്യം. ഞാൻ എപ്പോഴും പറയുന്നു, പ്രാർത്ഥനയാണ് ഏറ്റവും മുഖ്യമായ കാര്യം. നമ്മൾ ഭഗവാന് വേണ്ടി നമ്മുടെ മനസ്സർപ്പിച്ച് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഭഗവാൻ നോക്കും. എത്രത്തോളം ആഗ്രഹത്തോടു കൂടി, അല്ലെങ്കിൽ എത്രത്തോളം മനസ്സിന് നന്മയോടു കൂടിയാണ് അവൾ ആഗ്രഹിച്ചിട്ടാണത് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഭഗവാൻ അത് കേൾക്കും. അല്ലാതെ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടിയത് കൊണ്ടോ ഇങ്ങനെയൊക്കെയുള്ള പ്രകടനങ്ങൾ ചെയ്തതുകൊണ്ടോ ഒന്നും ഭഗവാൻ അതിലൊന്നും വീടില്ല. അതുകൊണ്ട് നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ ചെയ്യുക, ഭഗവാനോട് പ്രാർത്ഥിക്കുക. ഭഗവാൻ അതിൻ്റെ അനുഗ്രഹം നമ്മൾക്ക് തരും. അപ്പം ഭഗവാനെ നൃത്തം ചെയ്യുന്ന രൂപത്തിലാണ് നിങ്ങൾ അന്നത്തെ ദിവസം മനസ്സിൽ സങ്കല്പിച്ച് പ്രാർത്ഥിക്കേണ്ടത്. ഇത്രയേ ഉള്ളൂ തിരുവാതിരയെ പറ്റി. പരമാവധി പ്രാർത്ഥിക്കുക. ഇനി ഈ രീതിയിലൊന്നും ചെയ്യാൻ കഴിയാത്തവരാണെങ്കിൽ പോലും 26-ാം തീയതിയും 27-ാം തീയതിയും നമഃശിവായ മന്ത്രം പരമാവധി ജപിക്കുക. ശിവസഹസ്രനാമം ജപിക്കാൻ പറ്റുന്നെങ്കിൽ ജപിക്കുക. പീരീഡ്സ് ആയിരിക്കുന്നവർക്കും നമഃശിവായ മന്ത്രം ജപിക്കാം. പുലവാലായ്മയുള്ളവർക്കും നമഃശിവായ മന്ത്രം ജപിക്കാം. മറ്റ് അതീവ ശക്തിയുള്ള മന്ത്രങ്ങളൊന്നും ജപിക്കാതിരുന്നാൽ മതി. പഞ്ചാക്ഷരി മന്ത്രമായ ഓം നമഃശിവായയും അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ എന്ന ദേവീ നാമവുമൊക്കെ നമുക്ക് ഈ സമയങ്ങളിൽ പ്രാർത്ഥിക്കാം. അതിനൊന്നും ഒരു ദോഷവുമില്ല. അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ചോദിക്കുക, പറയാം. പിന്നെ പ്രത്യേകം ഞാൻ ഒന്നും കൂടെ പറയുന്നതാണ്, ഓരോ സ്ഥലങ്ങളിലും ആഹാരമുണ്ടാക്കുന്നതിലും വ്രതമെടുക്കുന്നതിലുമൊക്കെ വ്യത്യാസമുണ്ട്. പക്ഷെ പൊതുവായി ഒരു അന്തസത്ത, ഞാൻ പറഞ്ഞത് കാര്യങ്ങൾ പൊതുവായ ഒരു കാര്യമാണ് പറയുന്നത്. നിങ്ങൾക്കതനുസരിച്ചിട്ട് നിങ്ങളുടെ സാഹചര്യത്തിനനുസരിച്ച് ഇതെല്ലാം മാറ്റാം. അരി ആഹാരം വേണ്ട, ഗോതമ്പ് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ കഴിക്കാം. ഉള്ളി വെളുത്തുള്ളി ഒഴിവാക്കുക, പ്രാർത്ഥിക്കുക. കൂവ കുറുക്കി കഴിക്കാൻ കഴിയുന്നവരാണെങ്കിൽ അത് മേടിച്ച് കഴിക്കുക. തിരുവാതിര പുഴുക്ക് അവരവരുടെ സ്ഥലങ്ങളിൽ എങ്ങനെയാണോ വെക്കുന്നത് അതനുസരിച്ച് വെച്ച് കഴിക്കുക. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ.